2 കോടി ക്യാപിറ്റൽ വെച്ച് 67,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി ഓപ്ഷൻ സെല്ലിങ്ങിൽ. പക്ഷേ 1,10,10,000 രൂപ ക്യാപിറ്റൽ വെച്ചിട്ട് 2 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കി ഓപ്ഷൻ ബൈയിങ്ങിൽ. സോ ഓപ്ഷൻ ബൈയിങ്ങിന്റെ പവർ ഞാൻ കാണിച്ചു തരാം. രണ്ടും ഒരേ ദിവസമാണ്, ഒരേ മാർക്കറ്റാണ്. പക്ഷേ എപ്പോഴും ഇങ്ങനെ പറ്റില്ല. എൻറ്റയർ ഡേ മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നു ഒരു 12:30 വരെ. സോ ഓപ്ഷൻ സെല്ലിങ്ങിനാണ് നല്ല മണി ഉണ്ടായിരുന്നത്. പക്ഷേ 12:42 ഒരു മൂവ് വന്ന് ആ മൂവിൽ എൻ്റർ ചെയ്യാൻ പറ്റി. എൻ്റെ പ്രീമിയം ഞാൻ പുട്ട് വാങ്ങിച്ചത് 235 to 43 ലെവലിലാണ്. അത് 600 വരെ പോയി, ഇൻഫാക്ട് ട്രിപ്പിൾ വരെ പോയി. പക്ഷേ ഞാൻ 512 എക്സിറ്റ് ചെയ്ത്. ഞാൻ ഓർഡർ കാണിച്ചു തരാം, ട്രേഡ് കാണിച്ചു തരാം, ആ ചാർട്ടിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾക്ക് ഓർഡർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് എൻട്രി എടുത്തത്, എങ്ങനെയാണ് ട്രെയിൽ ചെയ്തത്, എങ്ങനെയാണ് അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് ഓപ്ഷൻ ബയേഴ്സ് എൻട്രി എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. സോ ഓപ്ഷൻ സെല്ലിംഗ് എവറി ഡേ ഇറ്റ് ഇസ് ഗുഡ് ബിക്കോസ് ഓഫ് ദ ടൈം ഡികെ. പക്ഷേ ഓപ്ഷൻ ബൈയിങ് ആ റൈറ്റ് എൻട്രി ആണ്, പ്രിസൈസ് എൻട്രി ആണ്. നിങ്ങൾ പ്രീ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു പുട്ട് ഓപ്ഷൻ്റെ ഓപ്പർച്യൂണിറ്റി പറയുന്നുണ്ടായിരുന്നു. സോ ഈ ട്രേഡാണ് ഞാൻ പറഞ്ഞത്. 12:42 ഞാൻ ബൈ ചെയ്തിട്ടുണ്ട്. 2 ബൈ ഉണ്ട്. അത് ഇങ്ങനെ എക്സിറ്റ് ചെയ്തത് പല ഫ്രാക്ഷനിലാണ്. സോ 12:42 എൻട്രി എടുത്തിട്ട് 12:58 ക്ലോസ് ചെയ്ത ട്രേഡാണ് ഞാൻ പറയുന്നത്. ലാസ്റ്റ് എടുത്ത ട്രേഡ് 11:44 അതിനുശേഷം ഞാൻ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ സോ ആ ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ 77,400 പുട്ടാണ് എടുത്തത്. ആ 77,400 പുട്ട് എടുക്കുന്നത് 235 243 ലെവൽ. ഈ ഒരു 2 ബൈ കണ്ടല്ലോ, ഈ 2 ബൈ വരുന്നത് 235 800 ക്വാണ്ടിറ്റി, 243 800 ക്വാണ്ടിറ്റി. സോ ആവറേജ് ഒരു 240 എന്ന് വിചാരിക്കുക. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനെയാണ് സെല് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഞാനൊരു 500 ക്വാണ്ടിറ്റി സെല് ചെയ്തു. പക്ഷേ അവിടെ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 150 പോയിന്റ് കിട്ടി. പിന്നെ ഒരു 500 സെല് ചെയ്തത് 421 അവിടെ തന്നെ ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. പിന്നത്തെ 300 സെല് ചെയ്യുന്നത് 465, പിന്നെ 200 സെല് ചെയ്യുന്നത് 491, പിന്നെ ലാസ്റ്റ് ഉള്ള 100 ക്വാണ്ടിറ്റി സെല് ചെയ്യുന്നത് 512. ഇനി നിങ്ങൾ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് മനസ്സിലാവും. സോ ഇതാണ് ഞാൻ ബൈ ചെയ്തത്. സോ ഇവിടെ 11:40 ലാസ്റ്റ് ക്ലോസ് ചെയ്ത ട്രേഡ് ഇവിടെയാണ്. പിന്നെ മാർക്കറ്റ് സൈഡ് വേസ് പോയി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ബൈ ചെയ്യാത്തതെന്ന്. പിന്നെ വെയ്വാപ്പിന് മുകളിലേക്ക് വന്നു. അത്രയും നേരം നിങ്ങൾ നോക്കി ഈ ബ്ലാക്ക് ലൈനിന് താഴെയാണ്. സോ ഒരു യൂസും ഇല്ല. വൺസ് ഗോട്ട് ദ ബ്രേക്ക് ഔട്ട്, റൈറ്റ്, ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നു, റീട്രേസ്മെന്റ് വന്നു. ഈ കോൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രേഡാണ് ഞാൻ എടുത്തത് 11:42 ഇവിടെ. 11:57 ഫസ്റ്റ് ഞാൻ എക്സിറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. കാരണം ഇവിടെ ഒരു 200 EMA ഉണ്ട്. പിന്നെ ഈ ഒരു ക്യാൻഡിലാണ് ക്യാപ്ചർ ചെയ്തത്. സോ നിങ്ങൾ ആ ഒരു ലെവൽ നോക്കിയിരുന്ന് ആ ഒരു ബ്രേക്ക് ഡൗൺ വരുന്ന സമയത്താണ് നിങ്ങൾ എൻട്രി എടുത്തതെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബൈയിങ്ങിൽ മണി ഉണ്ടാവും. പക്ഷേ നിങ്ങൾ രാവിലെ തുടങ്ങി അത് വാങ്ങിച്ച് വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂസും ഇല്ല. എൻറ്റയർ ഡേ 12:30 വരെ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെതായിരുന്നു. എൻ്റെ ഓപ്ഷൻ സെല്ലിംഗ് പൊസിഷൻ അടിപൊളിയായിട്ട് പോവാണ്. ഈവൻ കോൾ സെല്ലും ഉണ്ടായിരുന്നു, പുട്ട് സെല്ലും ഉണ്ടായിരുന്നു, സ്റ്റാർട്ടിലും ഉണ്ടായിരുന്നു. എവറിത്തിങ് വാസ് ഗുഡ്. പക്ഷേ ഇങ്ങനെ ഒരു മൂവ് വന്നപ്പോൾ അവിടെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇവിടെ എനിക്ക് നല്ല രീതിയിൽ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റി. സോ 1 ലക്ഷം രൂപയാണ് ക്യാപിറ്റൽ. 2 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മൂവ് വരണം. വന്നാൽ മാത്രം പോരാ, ആ സ്പോട്ടിൽ കറക്റ്റായിട്ട് എൻട്രി എടുക്കണം. സോ നിങ്ങൾക്ക് അത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് മാർക്കറ്റ്